റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കാരണം റഷ്യ ഉക്രൈന് മാത്രം അല്ല ഇത് യുദ്ധകാലം, മുഴുവൻ ലോകത്തിനും ഒരു ട്രേഡ് വാർ അറിയിച്ച ഡൊണാൾഡ് ട്രംപ് എല്ലാവരെയും ഒരു യുദ്ധ പരിഭ്രാന്തിയിൽ തന്നെ ആഴ്ത്തി. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പൊ അവസാനമായി എന്ത് അപ്ഡേറ്റ് ആണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, റഷ്യ ഒരു വലിയ തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് ഉക്രൈൻ എല്ലാ രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇത് എപ്പോഴും സംഭവിക്കുന്നത് തന്നെയല്ലേ? മറ്റെന്താണ് പുതുതായി സംഭവിച്ചത് എന്ന് ചോദിക്കാം. അത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയാണ്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയും ഈ ഡൊണാൾഡ് ട്രംപ് നൽകിയ ടാരിഫ് കാരണം -3% കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ റഷ്യ അടുത്ത് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകാൻ പോവുകയാണ്. അതാണ് എണ്ണ ഒരു ബാരലിന് $59 വിൽക്കുകയാണ്. ഇത് ഇപ്പോഴത്തെ വളരെ കുറഞ്ഞ വിലയാണെന്നും പറയാം. ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വിൽക്കുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു, എന്തൊക്കെ സംഭവിക്കും, എല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ അറിയാം. റഷ്യയെ സംബന്ധിച്ച് $59 ഒരു ബാരൽ അസംസ്കൃത എണ്ണ വിൽക്കുക എന്നുള്ളത് അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം റഷ്യക്കെതിരെ അവിടെ ഒരു ഓയിൽ ക്യാപ്പ് ഉണ്ട്. ഈ ഓയിൽ പ്രൈസ് ക്യാപ്പ് നൽകിയത് യൂറോപ്യൻ യൂണിയൻ പ്ലസ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ്. റഷ്യയിൽ നിന്ന് ഏത് രാജ്യമാണോ എണ്ണ വാങ്ങുന്നത് അവർ $50 മാത്രമേ വാങ്ങാവൂ എന്ന് പറയുന്നു. ഇതാണ് ഈ ഓയിൽ പ്രൈസ് ക്യാപ്പ്. അതിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല. അത് കുറവ് വേണമെങ്കിൽ വാങ്ങാം. അപ്പോ ഈ $50 റഷ്യ വിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ 10 ബാരൽ $50 വിൽപ്പന ചെയ്യും. അടുത്ത് ഒരു 10 ബാരൽ കണക്കിൽ പെടാതെ ഒരു $55 വിൽക്കും. വീണ്ടും ഒരു 10 ബാരൽ $60 വിൽക്കും. എന്നാൽ ഈ $55, $60 ഇവയൊന്നും കണക്കിലെ പെടില്ല. ഇതൊക്കെ കരിഞ്ചന്ത വഴിയാണ് റഷ്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനു വേണ്ടി തന്നെ പല കപ്പൽ ഫ്ലീറ്റുകളും ഉണ്ടായിരുന്നു. ഒരുപാട് സമയങ്ങളിൽ ഉക്രൈൻ പോലും ഇത് പറഞ്ഞിരുന്നു. റഷ്യ അവരുടെ അസംസ്കൃത എണ്ണ വിൽക്കുവാൻ വേണ്ടി ഫോറിൽ നിന്നും കൊണ്ടുവന്ന ഒരുപാട് കപ്പലുകളെ അല്ലെങ്കിൽ റഷ്യയുടെ പേരില്ലാത്ത പല കപ്പലുകൾ ഉപയോഗിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ റഷ്യക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഭയപ്പെടണം? ഈ ഒപെക് രാജ്യങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ട് ആ ഭയം നീക്കം ചെയ്യാനായി ഒപെക് പ്ലസ് രാജ്യങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം. ഈ ഒപെക് രാജ്യങ്ങളുടെ നേതാവ് സൗദി അറേബ്യയാണ്. ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ നേതാവ് റഷ്യയും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ട്രേഡ് വാർ കാരണം ഒരുപാട് രാജ്യങ്ങൾ അടുത്ത വ്യാപാരം നടക്കുമോ ഇല്ലയോ, കടം ലഭിക്കുമോ ഇല്ലയോ, പണപ്പെരുപ്പം കൂടുമോ കുറയുമോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് അസംസ്കൃത എണ്ണയുടെ ഡിമാൻഡ് കുറയും. കാരണം വ്യാപാരം ഇല്ലാതെ അസംസ്കൃത എണ്ണയുടെ ആവശ്യമേ ഇല്ല. ഏതെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വസ്തുക്കൾ കൊണ്ടുപോകും. ഇതിനൊക്കെയാണ് എണ്ണ ആവശ്യം വരിക. അങ്ങനെയാണെങ്കിൽ എണ്ണയുടെ ഡിമാൻഡ് കുറയുമ്പോൾ എണ്ണയുടെ വിലയും കുറയാൻ തുടങ്ങും. വില ഇടിയാൻ തുടങ്ങുമ്പോൾ $59 എന്നതും ഒരു ഇടിവ് തന്നെയാണ്. ഈ ഒരു ഇടിവ് അടുത്ത സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. പ്രധാനമായും സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. കാരണം എണ്ണയെ ആശ്രയിച്ചു മാത്രമാണ് സൗദി അറേബ്യ പോലുള്ള അറബ് രാജ്യങ്ങളെല്ലാം ജീവിക്കുന്നത്. ടൂറിസം ഒക്കെ അടുത്ത ഘട്ടത്തിലായിരിക്കും വരിക. അപ്പോൾ അസംസ്കൃത എണ്ണയുടെ ആവശ്യം കുറയുമ്പോൾ ഈ എണ്ണയുടെ വിലയും കുറയുന്നു. വില കുറയുമ്പോൾ ശേഷിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അവർ ഇറക്കുമതി ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ പണം ചിലവാക്കേണ്ടതായി വരും. ലഭിക്കുന്ന ലാഭത്തെക്കാട്ടിലും കൂടുതൽ പണം അവിടെ ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഇടയ്ക്കിടെ വിദേശ നാണ്യം വളരെ കുറവായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബാരൽ എണ്ണയ്ക്ക് $40 ഒക്കെ ഈ മാർക്കറ്റിൽ വരികയാണെങ്കിൽ എല്ലാം പിന്നെ അവസാനിച്ചു. ആ മാർക്കറ്റ് തന്നെ ക്രാഷ് ആകും. അറബ് രാജ്യങ്ങളെല്ലാം വീണ്ടും പാപ്പരാകും. ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒപെക് പ്ലസ് രാജ്യങ്ങളോട് ഒപെക് രാജ്യങ്ങൾ സഹായം ചോദിക്കുന്നത്. ഇപ്പോ ഡിമാൻഡ് കുറഞ്ഞു, പ്രൊഡക്ഷൻ നിങ്ങൾ അധികം ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്തിനിവിടെ പ്രൊഡക്ഷൻ കുറയ്ക്കണം? ഡിമാൻഡ് കുറയുമ്പോൾ പ്രൊഡക്ഷൻ അധികമാക്കുകയാണെങ്കിൽ വീണ്ടും ഡിമാൻഡ് കുറയും. ഇപ്പൊ $59, അടുത്ത് $40, ദിവസം കഴിയുന്തോറും $20, ഇങ്ങനെ കുറഞ്ഞു വരും. ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഉൽപാദനം അവസാനിപ്പിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് അടുത്ത വലിയ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ടാണ് ഫ്രീ ആയി നിങ്ങൾ ബാരൽ കൊണ്ടുപോയിക്കൊള്ളൂ, അടുത്ത വർഷം അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പണം തന്നാൽ മതി, അതുവരെയും $2, $5 ഒക്കെ തന്നാൽ മതിയെന്ന് സൗദി അറേബ്യ പറഞ്ഞ് അവിടെ അസംസ്കൃത എണ്ണകൾ വിറ്റിട്ടുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് അറിയണ്ടേ? അസംസ്കൃത എണ്ണ ഓഫ്ഷോറിൽ നിന്നും എടുക്കുന്നു. അങ്ങനെ എടുത്ത എണ്ണയെ വയ്ക്കാനുള്ള ഒരു സംഭരണശാല വളരെ കുറവാണ്.
അങ്ങനെ ഈ സ്റ്റോറേജ് ഫെസിലിറ്റി അവസാനിച്ചു. വീണ്ടും ആ എണ്ണയെ ഭൂമിക്കുള്ളിലേക്ക് തിരികെ അയക്കാൻ കഴിയില്ല. അപ്പോൾ എവിടെയെങ്കിലും അത് നൽകിയേ മതിയാകൂ. അതുകൊണ്ട് അത് ഫ്രീ ആയി തന്നെ നൽകിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ തകരും, ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകരും. ഇതൊക്കെ അമേരിക്കയുടെ ദീർഘകാല പദ്ധതിയാണ്. ഡൊണാൾഡ് ട്രംപ് വന്ന കുറച്ച് ദിവസത്തിൽ തന്നെ ഈ താരിഫ് വാർ വഴി അതെല്ലാം അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ചൈന പറഞ്ഞത്, എത്ര തന്നെ ഞങ്ങൾക്കെതിരെ നിങ്ങൾ താരിഫ് വർദ്ധിപ്പിച്ചാലും ഞാൻ നിങ്ങൾക്കെതിരെയും താരിഫ് വിധിക്കും. 35%-ലധികം റെസിപ്രോക്കൽ താരിഫ് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് ചൈന പറഞ്ഞു. ഉടൻ തന്നെ അമേരിക്ക പറഞ്ഞത്, 8-ാം തീയതി വരെ നിങ്ങൾക്കൊരു സമയമുണ്ട്. എനിക്കെതിരെ നൽകിയ താരിഫ് നിങ്ങൾ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 50% താരിഫ് ഞാൻ അധികമാക്കും എന്നും പറഞ്ഞു. ഇതാണ് ലോക ഗവൺമെന്റിനെ തന്നെ അടുത്ത സംഘർഷത്തിലേക്ക് മാറ്റിയിരിക്കുന്ന വാർത്ത. അടുത്ത വെറും 2 ദിവസം മാത്രമാണ് ബാക്കി അമേരിക്കയുടെ ഈ കണക്കുകൂട്ടലിന്. ഒരുപക്ഷെ അമേരിക്ക വീണ്ടും ചൈനയ്ക്ക് എതിരെ അവരുടെ താരിഫ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ആഗോള വിപണിയെ വീണ്ടും പാതാളത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ഓഹരി വിപണി എങ്ങനെ ഇടിഞ്ഞു വീണു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ സാഹചര്യം വീണ്ടും തുടരുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചവർ വലിയ രീതിയിൽ തന്നെ ബാധിക്കപ്പെടും. വലിയ വലിയ പണ മുതലാളികൾ രക്ഷപ്പെടും. ചെറിയ ചെറിയ സേവിങ്സ് ഒക്കെ അക്കൗണ്ടിലുള്ളവർ, ചെറിയ ചെറിയ പണം ഷെയർ മാർക്കറ്റിൽ ഇട്ടവരൊക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ കഷ്ടപ്പെടും. ഇതെല്ലാം ഒരു ഭാഗത്തുള്ളപ്പോൾ ബെൽജിയം പ്രൈം മിനിസ്റ്റർ, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ രണ്ടുപേരും ഉക്രൈനിലേക്ക് പോയിട്ടുണ്ട്. ഉക്രൈനിൽ പോയി സെലൻസ്കി കാണുന്നു. അവർക്ക് ആവശ്യമായ ഡിഫൻസ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ട്, ഇവയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും സഹായം വാങ്ങി ഉക്രൈന് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് ബെൽജിയം പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും. നോർവേ സംബന്ധിച്ച് ഉക്രൈന് വീണ്ടും 415 മില്യൺ പൗണ്ട് നൽകാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നൽകി. ഇവയെല്ലാം ഉക്രൈൻ അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നും പറഞ്ഞു. നോർവേ ഇത് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ നോർവേയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോഴത്തേക്ക് ഉക്രൈനെ കൊണ്ട് ഏകദേശം ഒരാഴ്ചയോളം റഷ്യക്കെതിരെയുള്ള ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. റഷ്യ കാർക്കിവ് പ്രദേശത്ത് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി, നിരവധി പേരെ കൊന്നു എന്നും ഇത് മാനുഷികതയെ അടിസ്ഥാനമാക്കിയുള്ള വാർത്തയേ അല്ല. അതിനാൽ റഷ്യയുടെ വാർ ക്രൈമിൽ ഇതും ചേർക്കണമെന്ന് ഉക്രൈനിൽ നിന്നും സ്വരമുയരുന്നുണ്ട്. എന്നാൽ റഷ്യ പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തിന് എതിരെ ഡ്രോൺ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രം മാനുഷിക പരിഗണനയോടുകൂടിയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് തിരിച്ചു ചോദിച്ചത്. ഖിരിവ്യ പ്രദേശങ്ങളിൽ റഷ്യയുടെ ആക്രമണമാണ് ഇപ്പോൾ വലിയ സംസാര വിഷയമായി മാറിയിരിക്കുന്നത്. UN സഭ അതിന്റെ അന്വേഷണം നടത്തിവരികയാണ്. ഈ ക്രിവിയ റിയ എന്ന പ്രദേശത്ത് റഷ്യയുടെ ആക്രമണം, അതും ബഹുനില കെട്ടിടങ്ങളിലാണ് റഷ്യയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണം തീർച്ചയായും ഒരു വാർ ക്രൈമാണ് എന്ന് ഉക്രൈൻ പറഞ്ഞ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അതിനുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നുണ്ട്. തെളിവുകളെല്ലാം ശേഖരിച്ചു വരികയാണ് എന്ന വാർത്തയും പുറത്തുവിട്ടു UN കൗൺസിൽ. ഈ എണ്ണവില കുറയുന്നത് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് റഷ്യ പറയുന്നു. വെറും 12 മണിക്കൂറിൽ 6.4 ട്രില്യൺ അമേരിക്കൻ ഡോളർ ഓഹരി വിപണിയിൽ നിന്നും, അതും വേൾഡ് ലെവൽ ഓഹരി വിപണിയിൽ നിന്നും കാണാതായിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവന്നു. അടുത്ത് ഡ്രോൺ വാൾ നിർമ്മിക്കാനുള്ള കരാറിൽ ചില രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായും ബാൾട്ടിക് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ ഇതിപ്പോ ബാൾട്ടിക് രാജ്യങ്ങൾ നിരസിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഞങ്ങൾക്ക് ഡ്രോൺ വാൾ നിർമ്മിക്കാൻ ഫണ്ട് നൽകുന്നില്ല, ഞങ്ങളുടെ ബോർഡർ ഞങ്ങൾ തന്നെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രോൺ വാളുകൾ നിർമ്മിക്കുന്നത് എന്നും ബാൾട്ടിക് രാജ്യം പറഞ്ഞു. ഡ്രോൺ വാൾ അല്ലെങ്കിൽ ഡ്രോൺ ചുമർ, ഇതൊരു വലിയ കോൺസെപ്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണം എന്നുണ്ടെങ്കിൽ കമന്റിൽ ഡ്രോൺ വാൾ എന്ന് പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഒരു സംസാര വിഷയം ഇതാണ്. ഡൊണാൾഡ് ട്രംപിനോട് നമുക്ക് ഈ താരിഫിനെ കുറിച്ച് സംസാരിക്കാം, ഇനി അതിനുശേഷവും ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം എന്നും പറഞ്ഞു. എന്നാൽ ഹംഗേരിയുടെ ഓർബൻ പറഞ്ഞത്, ഇല്ല, നിങ്ങൾ ഡൊണാൾഡ് ട്രംപിനോട് എതിരെ പ്രതിഷേധിക്കാനൊന്നും പാടില്ല, സ്വരമുയർത്താനൊന്നും പാടില്ല. അദ്ദേഹത്തോട് സംസാരിച്ചു മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന് തന്നെ അതൊരു വലിയ പ്രശ്നമായി മാറും എന്നും പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ വീണ്ടും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഇസ്രായേലിന്റെ നെതന്യാഹു ഡൊണാൾഡ് ട്രംപും ഒരു പ്രസ് മീറ്റ് നൽകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ചെയ്തു. ഒരുപാട് ജേർണലിസ്റ്റിനെ ഇസ്രായേൽ വീണ്ടും കൊന്നിട്ടുണ്ട്. ബോർഡർലെസ് ഡോക്ടേഴ്സിന്റെ മരണത്തിനും ഇസ്രായേൽ ഒരു കാരണമായിട്ടുണ്ട്. ഇവയെല്ലാമാണ് ഇപ്പോൾ വരെ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇങ്ങനെ ഉടനടി അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.